Okay, so we shall start. Sijo, തുടങ്ങാം. ആൾക്കാർ വരുവോ? We will log in. We will start. എല്ലാവർക്കും നമസ്കാരം. Good morning from Happy Investor. This is Sujata from Happy Investor FinServe Bangalore, and today we have a special guest with us sharing their experiences. ഞാനും അവരടുത്ത് മലയാളത്തിൽ സംസാരിക്കാൻ പ്രയത്നം ചെയ്യും. എൻ്റെ മലയാളം അത്രയ്ക്ക് കൃത്യമല്ല, but I will try. So excuse my Malayalam if I have a little bit of mistakes in that, but we are trying to make an attempt. So good morning Sijo, good morning Rose. നിങ്ങൾക്ക് രണ്ടുപേർക്ക് നമസ്കാരം. I hope you had a good morning. And ഈ ശനിയാഴ്ച സാറ്റർഡേ മോർണിംഗ് നിങ്ങൾ സമയമെടുത്തു ഞങ്ങളടുത്ത് സംസാരിക്കാൻ. So thank you very much for that. And we wish you all the very best. So ഇന്നത്തെ പരിപാടി ഈസ് ലൈക്ക് ദിസ്, ദാറ്റ് ഞങ്ങളുടെ ഇൻവെസ്റ്റർ സിജോ ആൻഡ് റോസ് ഇവർ ഞങ്ങളോട് ഓൾമോസ്റ്റ് 8-9 വർഷം ഞങ്ങളടുത്ത് കൂടെ ഉണ്ട്. അവർ വന്ന് ഇപ്പോൾ തൽക്കാലം ബാംഗ്ലൂരില് കുറച്ചു കാലം ഇരുന്ന് ജോലി ചെയ്ത് they have decided to go back to Kerala. So സിജോ ആൻഡ് റോസ്, ഇപ്പത്തേക്ക് നിങ്ങളുടെ ജീവിതം, നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോയിട്ടുണ്ട്. യു ഹാവ് സ്റ്റാർട്ടഡ് യുവർ ഫാമിംഗ്, കൃഷി ചെയ്യുന്നത് നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കോർപ്പറേറ്റ് ലൈഫ് ഇൻ ബാംഗ്ലൂർ സിറ്റി ഇതൊക്കെ വിട്ടിട്ട് നിങ്ങൾ നാട്ടുപുറത്തിൽ പോയി കൃഷി ചെയ്യാൻ ഈ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ എങ്ങനെ ചെയ്തു? സോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിജോ. റോസ്. സോ ഞാൻ ഏകദേശം 18 വർഷത്തോളം IT വർക്ക് ചെയ്തു. റോസ് ഏകദേശം 11 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്, 12 വർഷത്തോളം വർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പം ഞങ്ങൾ 10 വർഷം ദീപേഷിൻ്റെ കൂടെ ഹാപ്പി ഇൻഡസ്ട്രി വഴിയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ ബാംഗ്ലൂർ ലൈഫ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലൈഫാണ്. ഓക്കെ, അത് രാവിലെ തന്നെ എൻ്റെ തിരക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പിന്നെ യൂഷ്വലി 9 to 9 ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു. രാവിലെ 9 മണിക്ക് 8:30 പോയാൽ ഒരു രാത്രി 8:30 9 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ വരും. ഓക്കെ, ബാക്കി കൂടുതൽ സമയം ഓഫീസിൽ സ്പെൻഡ് ചെയ്ത് അതായിട്ട് എനി മീറ്റിംഗ് ആഫ്റ്റർ ദാറ്റ്. ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കയറുള്ളൂ. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ കോർപ്പറേറ്റ് ലൈഫ്. ഓക്കെ, തിരിച്ച് കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ലൈഫ് മാറി. ഇവിടെ 5 o'clock കട്ട് ഓഫ് ആണ്. ലേബേഴ്സ് എല്ലാം 5 o'clock ജോലി നിർത്തും, നമ്മൾ നിർത്തും. അതിനുശേഷം നമ്മൾ ഫ്രീ ആണ്, ഫാമിലിയോട് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, അതാണ് ഒരു നല്ലൊരു വ്യത്യാസമാണെങ്കിൽ. പിന്നെ നമുക്ക് ഫിസിക്കലി നല്ലൊരു ഹെൽത്തി ലൈഫാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്കുണ്ടായ നടുവേദന ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് നടുവേദനയില്ല. അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. അലർജി. അപ്പൊ ബാംഗ്ലൂരിന്റെ ഹസൽ ബസൽ സമയമില്ല ഇന്ന് അന്നൊരു സ്ഥിതിയിൽ നിന്ന് യു ഹാവ് കം ഡൗൺ ടു വീട്ടിലേക്ക് ആൾക്കാർക്ക് സമയം കൊടുക്കാൻ നിങ്ങൾക്ക് സമയമുണ്ട്. ബാക്കി നാട്ടുപുറത്തെ ജീവിതം ഒരു സ്ലോ പ്രോസസ്, ടൈം കയ്യിൽ സമയമുണ്ട്, അങ്ങനെയൊക്കെ ഒരു ചേഞ്ച് ഓഫ് ലൈഫ്. അപ്പോൾ നിങ്ങൾ ദീപേഷ് ഹാപ്പി ഇൻവെസ്റ്റർ ഇൻ ദീപേഷ് എങ്ങനെ കണ്ടുമുട്ടി? ആ പ്രോസസ് എങ്ങനെ തുടങ്ങി നിങ്ങൾ? ബിക്കോസ് ഈ പ്രോസസ് നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോയ ജേർണിയില് ദീപേഷിന്റെ റോൾ എന്തുണ്ടായിരുന്നു? അവർ എങ്ങനെ നിങ്ങൾ കണ്ടുമുട്ടി? അത് എങ്ങനെ തുടങ്ങി? സോ ഞാനത് ആൾട്ടിമേട്രിക് എന്ന് പറഞ്ഞ കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ഫിനാൻസ് ടീം ഞങ്ങൾക്കൊരു സെഷൻ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ചൊരു സെഷൻ അവർ ചെയ്തു. അന്ന് ദീപേഷാണ് ആ സെഷൻ അവിടെ ഹാൻഡിൽ ചെയ്തത്. ദീപേഷിനെ വിളിച്ചിട്ട് ദീപേഷാണ് സെഷൻ എടുത്തത്. അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ദീപേഷിനെ കാണുന്നത്. അപ്പോൾ അത് ശരിക്കും ഒരു ഭയങ്കരമായൊരു അറിവായിരുന്നു. എന്താ നമുക്കൊരിക്കലും നമ്മുടെ എഡ്യൂക്കേഷനിൽ നിന്ന് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനോ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ അങ്ങനെ ഒരു ഐഡിയ, എന്തിനാ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ ഒരു ഐഡിയ ഇല്ലായിരുന്നു ആ കാലത്ത്. അപ്പോൾ ആ സെഷന് ശേഷമാണ് മനസ്സിലായത്, ഓക്കെ, ഇത് ഇങ്ങനെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഇത്ര മെത്തേഡ്സ് ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കൊള്ളാൻ തോന്നി. പക്ഷെ എന്നിട്ടും ഞാനൊരു ഏകദേശം ഒരു 8 മാസത്തോളം എടുത്തു പുള്ളിയെ വീണ്ടും കോൺടാക്ട് ചെയ്യാനായിട്ട്. നമ്മളൊക്കെ ഭയങ്കര മടിയന്മാരാണ് ഈ കാര്യത്തിൽ. ശരിക്കും ഫിനാൻഷ്യൽ
ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ എന്നിട്ടും ആ ഫിനാൻഷ്യൽ ഇയർ ഞാൻ സാധാരണ രീതിക്ക് മാർച്ച് ആകുമ്പോൾ ഇവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രക്ഷയില്ല, നമുക്കൊരു നല്ല ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഏതെല്ലാം സെഷൻ കേട്ടതാണ്, എന്നിട്ടും എന്തുകൊണ്ട് പുള്ളിയെ വിളിച്ചില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ വീണ്ടും ദീപേഷിനെ വിളിച്ചു സംസാരിച്ചു. അപ്പോൾ ദീപേഷ് വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2-3 സെഷൻസ് ഞങ്ങൾ നേരിട്ട് കണ്ടു. അപ്പോൾ ദീപേഷ് ഞങ്ങളോട് എന്താണ് മന്ത്ലി എക്സ്പെൻസ് ചോദിച്ചു. നമുക്കൊരു ഐഡിയ ഇല്ല, കാരണം ഞങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ല എന്താണ് ഞങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റ് ഇരുന്ന് തന്നെ ഞങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഇവരെ കണ്ടുമുട്ടിയ ശേഷം നിങ്ങൾ പണം എങ്ങനെ നിങ്ങൾ ചെലവാക്കുന്നുണ്ട്, എവിടെ പോകുന്നുണ്ട്, എത്രയ്ക്ക് സേവിങ്സ് ഉണ്ട്, ഇതൊക്കെ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കിയത് അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏതായത് നിങ്ങളുടെ പ്രോസസ്? എവിടെ തുടങ്ങി? ഓക്കെ, സോ ഞാൻ ഓർക്കുന്നത് ദീപേഷ് ഫസ്റ്റ് ഞങ്ങളോട് പറഞ്ഞത് ഇൻഷുറൻസിന്റെ കാര്യമാണ്. കാരണം എത്ര നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എത്ര ഉണ്ടെങ്കിലും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ നമുക്ക് ഇടയ്ക്ക് വെച്ച് യൂസ് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ട് ചെയ്യണം. അതിന് ഇൻഷുറൻസ് കൂടിയേ തീരുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ എനിക്കൊരു ടേം ഇൻഷുറൻസ് എടുപ്പിച്ചു എന്നെ കൊണ്ട്. പിന്നെ പപ്പയ്ക്കും മമ്മിക്കും വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുപ്പിച്ചു. കാരണം ഇത് രണ്ടുമായിരിക്കും ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാനും, അല്ലെങ്കിൽ പേരൻസിന്റെ ഹെൽത്ത് ആണ് ഇനി ഗോയിങ് ഫോർവേഡ് ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ വരുന്നത് നമുക്ക്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും പറ്റിയാൽ ഫാമിലിക്ക് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവണോ? നിങ്ങളുടെ പേരൻസിന് ഏതെങ്കിലും പറ്റിയാൽ അവരുടെ ഹെൽത്ത് ആൻഡ് ട്രീറ്റ്മെന്റിന് നിങ്ങളുടെ അടുത്ത് ബാക്കപ്പ് ഉണ്ടാവണം. അങ്ങനെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം സെറ്റപ്പ് ചെയ്തു. അതെ. അത് എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു? അത് ഹെൽപ്പ് ചെയ്തത് ശരിക്കും പേരൻസിന്റെ ഇൻഷുറൻസ് ശരിക്കും എനിക്ക് ലിറ്ററലി എന്നെ ഹെൽപ്പ് ചെയ്തു. കാരണം വെച്ചാൽ കോവിഡ് സമയത്തായിരുന്നു ഫാദറിന് ഒരു ഹൃദയത്തിന്റെ വാൽവ് മാറ്റി വയ്ക്കുന്ന ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. വാൽവ് തന്നെ 15 lakhs കോസ്റ്റ്ലി ആയിരുന്നു. വാൽവ് തന്നെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് 16 to 18 lakhs ആയിരിക്കും ഏകദേശം വരിക, ബേസ്ഡ് ഓൺ കോംപ്ലക്സിറ്റി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അവസാനം ഞങ്ങൾക്ക് 16 lakhs ആ ഓപ്പറേഷൻ കഴിഞ്ഞു. എൻ്റെ 16 lakhs ഇൻഷുറൻസ് ഞാൻ ചെയ്തത്. എനിക്ക് കമ്പനിയിൽ ഞാൻ പേരൻസ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. കോവിഡ് ആയതുകൊണ്ട് അതൊരു 7.5 lakhs അഡീഷണൽ ആഡ് ചെയ്ത് തന്നു, ഒരു 4 lakhs ഇൻഷുറൻസ്. അപ്പോൾ 11.5 lakhs കമ്പനി തന്നെ കവർ ചെയ്ത് തന്നു. പിന്നെ ദീപേഷിന്റെ വഴി ഞാൻ എടുത്ത എൻ്റെ ഫാമിലിക്ക് വേണ്ടി പേരൻസ് വേണ്ടി എടുത്ത ഇൻഷുറൻസിൽ നിന്ന് ഏകദേശം അതൊരു 6.5 lakhs ഉണ്ടായിരുന്നു ആ സമയം കവറേജ്. ക്ലൈം ബോണസ് എല്ലാം ആഡ് ചെയ്തത്. അപ്പോൾ ഈസിലി എനിക്ക് 16 കവർ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് ശരിക്കും റിയലി ഹെൽപ്പ് ചെയ്തു. എനിക്ക് ആ സെക്കൻഡ് ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള പൈസ മാത്രമേ ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ, അത് റീഫണ്ട് ചെയ്ത് കിട്ടി. ബാക്കി മെയിൻ 11.5 lakhs ഇൻഷുറൻസിൽ നിന്ന് തന്നെ കവർ ആയി ഹോസ്പിറ്റലിൽ തന്നെ. ഈ ഇൻഷുറൻസ് എടുത്ത ശേഷം ആ ട്രീറ്റ്മെന്റ് കോസ്റ്റ് നിങ്ങളുടെ അടുത്ത് വന്നു. ബട്ട് ബിക്കോസ് ഈ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശൊന്നും ചെലവാകില്ല. ഇല്ലെങ്കിൽ ആ കാശൊക്കെ നിങ്ങളുടെ സേവിങ്സിൽ നിന്ന് എടുക്കാം റിക്വയർമെന്റ് വന്നായി. ഓക്കെ, അപ്പൊ ദിസ് വാസ് ഇൻഷുറൻസ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എക്സ്പെൻസസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി. പിന്നെ നിങ്ങൾ കുട്ടികളുടെ വേണ്ടി എന്താ നിങ്ങളുടെ അഡ്വൈസ് വന്നത്? സജഷൻ? ഓക്കെ, ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഒന്നും ഇല്ലെന്ന്. 6 കുട്ടികളില്ലായിരുന്നു, ഞങ്ങൾ 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹന്ന, 2 പെൺകുട്ടികളാണ്. മൂത്തയാള് 8 year ആയി. അപ്പോൾ ഹന്ന ഉണ്ടായ ശേഷമാണ് നമ്മൾ അടുത്ത എല്ലാ വർഷവും നമുക്കൊരു റിവ്യൂ ഉണ്ടല്ലോ, ആനുവൽ റിവ്യൂ ഉണ്ടല്ലോ. അപ്പോൾ അന്ന് ഹന്നയ്ക്ക് വേണ്ടിയിട്ട് ഫാമിലി ഫ്ലോട്ടറിലേക്ക് ഹന്നെ ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ ഇൻഷുറൻസിൽ നമുക്ക് പുതിയ ഗോൾസ്, നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗോൾസ് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് പുതിയ ഗോൾസ് ഉണ്ട്. കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷൻ, കുട്ടിയുടെ മാരേജ്, അങ്ങനെ പുതിയ ഗോൾസ് നമുക്ക് വന്നു. നമ്മളതെല്ലാം ദീപേഷിനെ പറഞ്ഞു. അതനുസരിച്ച് ദീപേഷ് എല്ലാം പ്ലാൻ ചെയ്തു. അപ്പൊ കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ, കുട്ടികളുടെ ഫ്യൂച്ചർ വെഡിങ് എക്സ്പെൻസസ്, ഇതൊക്കെ നിങ്ങളുടെ പ്ലാനിൽ ചേർത്തി അതിക്ക് വേണ്ടി ഉണ്ടായിരുന്ന സജഷൻസ് ഒക്കെ നിങ്ങളുടെ പ്ലാനിൽ ചേർത്തി. അതുപോലെ തന്നെ 2 വയസ്സുണ്ട് ഹേസൽ. അപ്പൊ അവർക്കും ഇതുപോലെ എഡ്യൂക്കേഷൻ, മാരേജ് എന്നുള്ള ഗോൾസ്, ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ്. 2ാമത്തെ കുട്ടി ഉണ്ടായപ്പോ
അവരുടെ എക്സ്പെൻസസും ഇതിൽ പ്ലാനില് ചേർത്തി അതും ആഡ് ചെയ്തു. അതെ. സോ നിങ്ങളുടെ പ്ലാൻ അങ്ങനെ ഫ്ലെക്സിബിൾ ആയിരുന്നു. സോ വെനെവർ ഫാമിലിയിൽ ഏതെങ്കിലും ചേഞ്ച് വന്നാൽ മാറ്റൽ വന്നാൽ അതൊക്കെ ഈ പ്ലാനിൽ അഡ്ജസ്റ്റ് ചെയ്ത് ആഡ് ചെയ്തു അല്ലേ? അതെ. ഓക്കെ. സോ നൗ നിങ്ങൾ ഈ ദീപേഷ കണ്ടുമുട്ടി ഇത്ര വർഷം നിങ്ങൾ ബാംഗ്ലൂരിൽ വേല ചെയ്തു. അത് കഴിഞ്ഞിട്ട് സഡൻ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ റിട്ടയർമെന്റിന്റെ പ്ലാൻ എങ്ങനെ നിങ്ങളുടെ ആലോചന വന്നു? അത് എങ്ങനെ നിങ്ങൾ അത് പ്ലാൻ ചെയ്തു അത് കഴിഞ്ഞിട്ട്? ഓക്കെ. സോ ഞങ്ങൾ ശരിക്കും ദീപേഷിനെ ഫസ്റ്റ് കണ്ട് ഞങ്ങളത് പ്ലാൻ ചെയ്ത സമയത്ത് 50 ഏജ് വരെ ഉള്ള ഒരു പ്രൊഫഷണൽ ലൈഫ് ആയിരുന്നു ഞങ്ങൾ അന്ന് മനസ്സിലുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്ലാനിങ്ങിൽ ആ രീതിയിലായിരുന്നു. പക്ഷെ ഒരു 5 വർഷം മുമ്പെയാണ് ഈ ചേഞ്ച് ഓഫ് മൈൻഡ് വന്നത്. ഓക്കെ. അപ്പോൾ നാട്ടിലെ സ്ഥലത്ത് നമുക്ക് റബ്ബറായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അപ്പോൾ പേരൻസ് ഏജിലായി അവർ റബ്ബർ 20 ഇയേഴ്സ് കഴിഞ്ഞ് റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അവർ ചോദിച്ചു, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഇങ്ങോട്ട് വരാനായിട്ട്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും സാധാരണ മരങ്ങൾ എന്തെങ്കിലും വെച്ച് ഇപ്പം മെയിൻ്റെനൻസ് ഉണ്ടാവില്ലല്ലോ, അവർക്കൊരു ട്രീറ്റ്മെന്റ് ലൈഫ് ആവാമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എന്തുകൊണ്ട് എനിക്ക് ഒന്ന് ചെയ്തുകൂടാ, ആ സ്ഥലവും വെറുതെ കാട് പിടിച്ച് നോക്കുന്നത് നല്ലത് ഞാൻ ഒന്ന് ചെയ്യുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ചിന്ത ചെയ്യുന്നതാണ്. അപ്പോൾ പക്ഷേ അതൊരു വലിയ മാറ്റമാണ്. കാരണം IT ഇൻകം അവിടെ ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഫാമിംഗ് ഇൻകം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്റ്റാറ്റിക് ഇൻകം അല്ല, അത് ഭയങ്കര വേരിയബിളാണ്. നമ്മുടെ ഫാക്ടേഴ്സ് വെച്ച് ചേഞ്ച് ഫാക്ടേഴ്സ് എല്ലാം ചെയ്യാം. വേറെ ഒരു ക്ലൈമറ്റിന് നമ്മുടെ വരുമാനം ഇല്ലാതാക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്കത് ഞാൻ ഏകദേശം തീരുമാനം എടുത്തതിന് ശേഷം ഓക്കെ പേരൻസിനോട് പറഞ്ഞു, ഓക്കെ ശരി, എനിക്ക് 5 ഇയേഴ്സ് ടൈം ഞാൻ ആ സമയത്തിന്റെ എൻ്റെ ലോണൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഞാൻ വന്ന് നോക്കിയോളാം, ഞാൻ വന്നിട്ട് കൃഷി ചെയ്തോളാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഫൈനാൻഷ്യലി നിങ്ങൾ അത് എങ്ങനെ പ്ലാൻ ചെയ്തു? അതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. കാരണം ഫിനാൻഷ്യലി നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ ദിവസോട് പറഞ്ഞു, ദിവസം അടുത്ത ആനുവൽ റിവ്യൂവിന് പറഞ്ഞു ഇങ്ങനെ പ്ലാൻ ഉണ്ട്, ഞാൻ നാട്ടിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു 5 ഇയേഴ്സിന് ശേഷം, 4 ഇയേഴ്സിന് ശേഷം. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാം. അപ്പോൾ പുള്ളി അനുസരിച്ചിട്ട് ഞങ്ങളുടെ പ്ലാൻ വീണ്ടും മാറ്റം വരും. ഓക്കെ. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര നാൾ വരെ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അതിനുശേഷം ഫാമിങ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക? ഓക്കെ. അപ്പോൾ എന്തുമാത്രം എക്സ്പെൻസ് അവിടെ നാട്ടിൽ വേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ച് അനുസരിച്ച് നമ്മുടെ പ്ലാനിൽ മാറ്റം വരും. ഓക്കെ. അപ്പോൾ അതിനുശേഷം ഓക്കെ അത് ഈ ലാസ്റ്റ് ഫൈനൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ 2 months ബാക്ക് ആയിരുന്നു. അന്നാണ് ശരിക്കും എന്നിട്ടും എനിക്ക് സംശയം ഇത് എങ്ങനെയായിരിക്കും നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് ഹാൻഡിൽ ചെയ്യുക അങ്ങനെ. അപ്പം നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഒരു 5-6 വർഷത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഫാർമിംഗ് ലൈഫ് തുടങ്ങിയാൽ അവിടുന്ന് നിങ്ങൾക്ക് ഇൻകം എത്ര വേണം അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് അതൊക്കെ സെറ്റായി. അപ്പൊ അതൊക്കെ സെറ്റായപ്പോ നിങ്ങൾക്ക് ആ ഡിസിഷൻ എടുക്കാൻ ഒരു കോൺഫിഡൻസ് കിട്ടി അല്ലേ? അതെ. ശരിക്കും ആ കുറച്ച് ലംസം എമൗണ്ട് കയ്യിലുള്ളതുകൊണ്ടാണ് ഈ ഡിസിഷൻ എടുക്കാൻ തന്നെ ഒരു ധൈര്യം കിട്ടിയത്. പിന്നെ നമുക്ക് പക്ഷേ റെഗുലർ എങ്ങനെ വരും എന്നുള്ള ഐഡിയ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഹോം ലോൺ എടുത്തിട്ട് അതാണല്ലോ ലോവസ്റ്റ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ലോൺ കിട്ടുകയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ടോപ്പ് ലോൺ എടുത്തിട്ട് അതിൽ നിന്ന് എക്സ്പെൻഡിച്ചർ ഹാൻഡിൽ ചെയ്യാം, അങ്ങനെയൊക്കെ ആലോചിച്ച് ഞാൻ അത് ലോൺ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ആവശ്യം വേണ്ടിയൊന്നുമില്ല. അത് ദിവസ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. ഇപ്പൊ നമുക്ക് ഒരു മന്ത്ലി ഇൻകം കിട്ടുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. എനിക്കൊരു സാലറി കിട്ടുന്ന രീതിയിൽ അത് പ്ലാൻ ചെയ്തു ആക്ച്വലി. ഇപ്പൊ നിങ്ങളുടെ റെഗുലർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിന് നോർമൽ എക്സ്പെൻസസ്, നിങ്ങളുടെ വീട്ടു ചെലവ്, നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എക്സ്പെൻസസ്, പഠിപ്പിന്റെ ഫീസ്, അതൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ചേർത്തി വെച്ച കോർപ്പസിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ അത് എടുക്കാം. അങ്ങനെ ഒരു SIP നിങ്ങൾ കുറച്ചു കാലം ചെയ്തു. ഇനിയിപ്പോ ആ ചേർത്തിയ അമൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് മന്ത്ലി സിസ്റ്റമാറ്റിക് ആയിട്ട് വിഡ്രോയൽ SWP പ്ലാൻ ഫിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പെൻസസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ നിങ്ങളുടെ കൃഷി ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെൻസസിന്റെ കയ്യിലെ കാശ് കിട്ടിയില്ലെങ്കിൽ കൂടി നിങ്ങളുടെ നോർമൽ വീട്ടു ചെലവ്, കുട്ടികളുടെ പഠിപ്പ്, അതൊക്കെ നോർമലായിട്ട് പോകും അല്ലെ? ആ കോൺഫിഡൻസ് കിട്ടിയപ്പോ നിങ്ങൾ ഈ ഡിസിഷൻ എടുത്ത് നാട്ടിലേക്ക് പോകും. അപ്പോൾ നാട്ടിലേക്ക് പോയിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഫോട്ടോസ് ഒക്കെ കുറച്ച് അയച്ചിട്ടുണ്ട്. സോ ഐ വിൽ വാണ്ട് ടു ഷെയർ ഇറ്റ് ലിറ്റിൽ ബിറ്റ് വിത്ത് ദ പീപ്പിൾ. ഇതാണ് സുജോന്റെ കുടുംബം. തീജോ, റോസ്, തീജോന്റെ 2 കുട്ടികൾ, അച്ഛനും അമ്മയും.
ഇവർ പറഞ്ഞത് ഇൻഷുറൻസ് പറ്റി ഈ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാ ഞങ്ങൾ അത് ചെയ്തത്. അതെ. And ഇത് വന്ന് സിജോന്റെ കറന്റ് ഫാമിന്റെ പിക്ചേഴ്സ് ആണ് കുറച്ച്. ഇത് അവിടെ വള്ളത്തിന് ആൻഡ് ഇറിഗേഷന് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സിജോ റോസ് അവരുടെ ഫാമില് കുറച്ച് റൂട്ടീൻ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഫോട്ടോസ് കുറച്ച് അയച്ചിട്ടുണ്ട്. ആൻഡ് ദീസ് ആർ ദ പെപ്പ് ഓഫ് വൈൻസ് ഇൻ സിജോസ് ഫാം. മുളക് അല്ലേ? കുരുമുളക്. 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 കറുത്ത Right. കറുത്ത കുരുമുളക്. So have their harvest season വരുമ്പോ ഇതൊക്കെ ഓൾറെഡി റെഡി? പേപ്പറിലെ ഓൾമോസ്റ്റ് റെഡിയാണ്. അത് ഈൽഡ് വരുന്നേ ഉള്ളൂ. കുറച്ചും കൊണ്ടായിരുന്നു ഓൾറെഡി. ബാക്കി സ്കെയിൽ ചെയ്തതിന്റെ ഇൻകം ഒക്കെ അത് നെക്സ്റ്റ് 2 ഇയേഴ്സിൽ വരുന്നു. ആ അവസ്ഥയിലാണ്. ലേണിംഗ് പീരീഡ് ആണ്. ഞങ്ങൾക്ക് അത് ലേണിംഗ് പീരീഡ് ആണ്. പപ്പനോട് കൂടി പഠിക്കുകയാണ് അവരെന്തൊക്കെയാ ചെയ്യുന്നത്. ആണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങള് പോലെ ഇപ്പൊ 30 വയസ്സോ 40 വയസ്സോ ആവുന്ന ആൾക്ക് നിങ്ങൾ എങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കും? അവർക്കൊക്കെ നേരത്തെ റിട്ടയർമെന്റ് ചെയ്ത് ചെറിയ വയസ്സിൽ റിട്ടയർമെന്റ് ആയി നാട്ടിലേക്ക് പോവാം, ഇല്ല ചെറിയ വയസ്സിൽ റിട്ടയർമെന്റ് ആയിട്ട് വേറെ എന്തെങ്കിലും തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ എന്ത് അഡ്വൈസ് കൊടുക്കും? സോ ഞാൻ കരുതുന്നത് നമുക്ക് എങ്ങനെയാണെങ്കിലും ഇപ്പോഴത്തെ ലൈഫിൽ നമുക്കൊരു 2 കരിയർ വേണ്ടി വരും. പണ്ട് നമ്മുടെ പേരൻസ് വർക്ക് ചെയ്ത പോലെ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർക്കത് അവരുടെ റിട്ടയർമെന്റ് വരെ ഒരേ ജോലി ചെയ്യുക എന്നുള്ളത് ആവശ്യമില്ല ഇപ്പോഴത്തെ ജനറേഷന്. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു മിഡ് ലൈഫിൽ നമുക്ക് വേറൊരു കരിയറിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്വിച്ചിങ് വേണമെങ്കിൽ നമുക്ക് അതിനുള്ള ധൈര്യം കിട്ടാന്ന് ലംസം എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഏർലി ഏജിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് ഒരു 10 years എങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മറ്റൊരു കരിയറിനെ കുറിച്ച് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ പറ്റും. സ്റ്റാർട്ട് ഏർലി എന്ന് മാത്രമാണ് സ്റ്റാർട്ട് ഇൻവെസ്റ്റ്മെന്റ്. സ്റ്റാർട്ട് ഏർലി. അത് പിന്നെ സ്റ്റാർട്ട് ഏർലി മാത്രമല്ല, അത് ഒരു സ്ട്രക്ചർ ആയിട്ട് പോയിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ട് ഏത് രീതിയിൽ അത് ചെയ്യണം, എന്തിനു ചെയ്യണം, നിങ്ങൾക്ക് എതുക്കാണ് നിങ്ങൾ പണം ചേർത്തുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ഒരു കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാവണം. അതൊക്കെ തീർച്ചയായും അത് സ്ട്രക്ചർ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ SIP മുടക്കിയിട്ടില്ല ഈ ഒരു ഇത്ര വർഷമായിട്ടുണ്ടെങ്കിൽ. 10 years കൺസിസ്റ്റന്റ് ആയിട്ട് SIP മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എല്ലാ വർഷവും ഇൻക്രിമെന്റ് വരുമ്പോഴും നമ്മളത് സ്റ്റെപ്പ് ചെയ്യും. ഇത് നിങ്ങളുടെ രണ്ടുപേരുടെ കോൺട്രിബ്യൂഷൻ അല്ലേ? അതെ, രണ്ടുപേരും കോൺട്രിബ്യൂഷൻ. രണ്ടുപേരുടെ. അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് വിതൗട്ട് സ്റ്റോപ്പിംഗ്, വിതൗട്ട് ചേഞ്ചിങ്, നിർത്താണ്ട് മിസ് ചെയ്യാണ്ട് നിങ്ങൾ സ്റ്റഡി ആയിട്ട് 10 കൊല്ലം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. സോ അതിന്റെ ബെനിഫിറ്റ്സ് ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരാം അല്ലെ? മന്ത്ലി എക്സ്പെൻസസ് വിതൗട്ട് നിങ്ങളുടെ ഫാമിംഗിൽ നിന്ന് തൽക്കാലം ഒരു 2 കൊല്ലം വരില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ ഇൻകം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ബട്ട് ആ സമയത്തിൽ നിങ്ങൾ ഇവിടുന്ന് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ചെലവിന്റെ കാശൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. സോ അങ്ങനെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് റെഡിയാക്കിയിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി കിട്ടിയപ്പോൾ വാട്ട് ഡിഫറൻസ് ഡസ് ഇറ്റ് മേക്ക്? അങ്ങനെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഓക്കെ, സോ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ചൂസ് ചെയ്ത സെക്കൻഡ് കരിയർ എന്ന് പറയുന്നത് ഫാമിംഗ് ആണ്. അത് ഭയങ്കര വോളറ്റൈലാണ്. കാരണം അതിന് ഇൻകം നമുക്ക് ഒട്ടും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ വർഷം ഒരു 10 ലക്ഷം രൂപ എനിക്ക് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അടുത്ത വർഷം ഒരു ഗ്യാരണ്ടിയും ഇല്ല ഈ 10 ലക്ഷം രൂപ കിട്ടണമെന്ന്, അല്ലെങ്കിൽ 15 ലക്ഷം രൂപ കിട്ടുന്നത്. ചിലപ്പോൾ 5 ലക്ഷം രൂപയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെ ഈ ചില അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വേരിയബിൾ ആയിരിക്കും. അപ്പം നമുക്കൊരു കുഷൻ വേണം, നമുക്കൊരു ഫിക്സഡ് ഇൻകം, നമുക്ക് എപ്പോഴും നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ബേസിക് നീഡ്സ്, വീട്ടു ചെലവ് കഴിഞ്ഞുള്ള വരുമാനം നമുക്ക് വന്നുകൊണ്ടിരുന്ന നമുക്ക് ഏത് റിസ്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ശരിക്കും ഇവിടെ എനിക്ക് അതാണ് കവർ ചെയ്ത് കിട്ടിയത്. എൻ്റെ ബേസിക് എക്സ്പെൻസ് ഇപ്പോൾ അത് കവറായി കിട്ടും. അപ്പോൾ എനിക്ക് ഫാമിങ്ങിൽ നിന്നുള്ള വരുമാനം അഡീഷണൽ ആണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു യാത്രയ്ക്ക് യൂസ് ചെയ്യാം, യാത്ര സ്പെൻഡ് ചെയ്യാം, കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് വരുമാനത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ഫ്ലെക്സിബിൾ ആയി.
ഇതാണ് ഉണ്ടായിരുന്നത് സുയിജോ ആൻഡ് റോസിന്റെ കഥ ഫ്രോം ബീങ് സോഫ്റ്റ്വെയർ ടെക്നിക്കൽ city Bangalore city based couple to Nattuparam in Kerala. We hope you enjoyed this Saturday morning. നിങ്ങൾക്കൊക്കെ ഇവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ we hope it will help you. And Tijo and Joe Rose, thank you so much. നിങ്ങൾ ഈ ശനിയാഴ്ച രാവിലെ നിങ്ങളുടെ ഫാം ടൈമിംഗിൽ നിന്ന് നിങ്ങൾ കുറച്ച് സമയം എടുത്ത് നിങ്ങളടുത്ത് സംസാരിച്ചു. We thank you so much and we wish you all the very best. And we wish you a very rich and bountiful harvest of കുരുമുളക് അല്ലാതെ വേറെ എന്ത് ഇട്ടിട്ടുണ്ട്? തെങ്ങുണ്ട്. Okay, തെങ്ങ്, കുരുമുളക്. So we hope you have a good harvest season. The rain is going to start. മഴ തട്ടിയോ? Not yet, അല്ലേ? ഇന്ന് 2 ദിവസമുണ്ട് for the monsoon to hit Kerala. We wish you a very happy harvest season and thank you so much. We hope everybody who attended, നിങ്ങൾക്കൊക്കെ സിജോന്റെ റോസിന്റെ കഥ കിട്ടിയിട്ട് you will also be inspired to start your journey of early retirement. Thank you so much.